ഹായ് ഓൾ, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പത്തിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. പലപ്പോഴും ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുമ്പോൾ മാവിൻ്റെ പാകം ശരിയായില്ലെന്നുണ്ടെങ്കിൽ സേവനാഴിയിൽ പിഴിയാനും ഇടിയപ്പം ഉണ്ടാക്കാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഈ രീതിയിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളവും 1 കപ്പ് അരിപ്പൊടിയും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാനിൽ അല്ലെങ്കിൽ സെറാമിക് പാനിൽ ചെയ്യുമ്പോൾ 1 കപ്പ് വെള്ളത്തിന് 1 കപ്പ് റൈസ് ഫ്ലോർ അരിപ്പൊടി മതിയാവും. നിങ്ങൾ സ്റ്റീൽ അല്ലെങ്കിൽ അലൂമിനിയം പാത്രത്തിലാണ് വെള്ളം തിളപ്പിക്കുന്നതെങ്കിൽ 1.25 മുതൽ 1.5 വരെ 1 കപ്പ് അരിപ്പൊടിക്ക് ചേർക്കേണ്ടി വരും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒട്ടും വെക്കാൻ പാടില്ല, ചെറിയ തീയിൽ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ മാവ് ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഇളകി വരും. ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ മാവ് ഏകദേശം വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്റ്റേജിലാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ കൈകൊണ്ട് കുഴക്കേണ്ട ആവശ്യം തന്നെയില്ല, ഈ സ്പാറ്റിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മാവ് ഏകദേശം പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു 2 മിനിറ്റ് അടച്ചു കൊടുക്കുക. അതിനുശേഷം ചെറിയ ഉരുളകളാക്കി സേവനാഴിയിൽ വെക്കുക. ഈ സമയം നമ്മൾ തയ്യാറാക്കിയ മാവിൻ്റെ കൂട്ട് അടച്ചു വെക്കുക. സേവനാഴിയിൽ മാവ് എപ്പോഴും ചെറു ചൂടോടെ പിഴിയാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടുള്ളൂ. അതുപോലെ സേവനാഴിയിൽ നിന്ന് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാനും പറ്റും. ഒരു സ്റ്റീമറോ ഇഡ്ഡലി പാത്രമോ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ പുറത്ത് ഇഡ്ഡലിത്തട്ട് വെച്ച് എണ്ണ തേച്ച് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഇടിയപ്പത്തിന് നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. ചെറുതായിട്ട് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ കൈകൊണ്ട് തേച്ച് കൊടുക്കുകയോ ചെയ്യാം. അതുപോലെ വെളിച്ചെണ്ണ തേക്കുന്നതുകൊണ്ട് തന്നെ ഇഡ്ഡലിത്തട്ടിൽ നിന്ന് പെട്ടെന്ന് ഇടിയപ്പം ഇളകി വരാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓരോ സ്പൂൺ വീതമാണ് തേങ്ങ വെച്ച് കൊടുക്കുന്നത് ഓരോ തട്ടിലേക്കും. ഇനി സേവനാഴിയിൽ ഇടിയപ്പത്തിൻ്റെ ചില്ലിട്ട് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ആവിയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.